ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ എൻ്റെ കയ്യിലുള്ള കുറച്ച് പ്ലാൻസ് ഒക്കെ നിങ്ങൾക്ക് തരാമെന്ന് കരുതിയിട്ടാണ് വന്നിട്ടുള്ളത്. അതായത് വളരെ നോർമലായിട്ടുള്ള കുറച്ച് പ്ലാൻസ് എൻ്റെ കയ്യിൽ ഞാൻ പ്രൊപ്പഗേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന കുറച്ച് പ്ലാൻസ് ഒക്കെ ആയിരുന്നു. അഗ്ലോണിമയുടെ ഒന്ന് രണ്ട് വെറൈറ്റീസ് ഒക്കെ ഉണ്ട്, നോർമൽ വെറൈറ്റീസ് ആണ്. അപ്പോൾ ഇത് ചെടിയൊക്കെ വളർത്തണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ പോലും ഒരു ചെടി പോലും ഇല്ല, അല്ലെങ്കിൽ ഒരു ചെടിയും അങ്ങനെ ഒന്നും മേടിക്കാനൊന്നും പറ്റാത്ത ആളുകൾ ഒരുപാട് പേരുണ്ടെന്ന് എനിക്കറിയാം. അപ്പോൾ എൻ്റെ കയ്യിൽ കൂടുതലുള്ള ചെടികൾ ഞാൻ നിങ്ങൾക്ക് തരാമെന്ന് കരുതി. അപ്പോൾ ഞാൻ വീഡിയോയിൽ എല്ലാ പ്ലാന്റും കാണിക്കുന്നുണ്ട്. ഒത്തിരി വെറൈറ്റി ഒന്നുമില്ല, കുറച്ച് പ്ലാന്റ് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ നേരത്തെ ഇതിക്ക് മുമ്പും ഇങ്ങനത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, ഫ്രീ ആയിട്ട് കുറച്ച് പ്ലാന്റ്സ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒത്തിരി പേർക്ക് പ്ലാന്റ് കൊടുക്കാനായിട്ട് എനിക്ക് പറ്റി. ഇപ്പോഴും കുറേ പേര് എനിക്ക് ആ ഒരു വീഡിയോ കണ്ടിട്ട് ചേച്ചി ഫ്രീ പ്ലാന്റ്സ് ഉണ്ടോ എന്ന് ചോദിച്ചിട്ട് മെസ്സേജ് അയക്കാറുണ്ട്. പക്ഷെ ആ ഒരു വീഡിയോയിൽ ഞാൻ കാണിച്ച പ്ലാന്റ്സ് ഒന്നും ഇപ്പം എൻ്റെ കയ്യിലില്ല കേട്ടോ. അപ്പോൾ ഇപ്പം എൻ്റെ കയ്യിലുള്ള പ്ലാൻസ് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. അപ്പോൾ അതിലേതെങ്കിലുമൊക്കെ പ്ലാൻസ് നിങ്ങൾക്ക് വേണമെങ്കിൽ, നിങ്ങൾക്കില്ലാത്ത പ്ലാൻസ് ആണ്, അത് വേണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ എനിക്ക് മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ. അത് മാത്രമല്ല, വേറൊരു കാര്യം പറയട്ടെ, 80 രൂപ കൊറിയർ ചാർജ് കൊടുത്തിട്ട് നിങ്ങൾക്ക് ഈ പ്ലാൻസ് എടുക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾ മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ. കാരണം ഒത്തിരി പേര് മെസ്സേജ് അയക്കാൻ ചാൻസ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു, എനിക്ക് ഉറപ്പില്ല. അപ്പോൾ എല്ലാവർക്കും കൊറിയർ ചാർജ് എൻ്റെ കയ്യിൽ നിന്ന് എടുത്തു കൊടുക്കാൻ ഉള്ളൊരു സാമ്പത്തിക ശേഷി എനിക്കില്ല. അതുകൊണ്ട് കൊറിയർ ചാർജ് നിങ്ങൾ തരുവാണെങ്കിൽ നമ്മൾ ആ പ്ലാന്റ് നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും. അങ്ങനെ. അപ്പം നമുക്ക് പ്ലാന്റ്സ് ഏതൊക്കെയാണെന്ന് കാണാം. അപ്പോൾ ആദ്യത്തെ പ്ലാന്റ് എന്ന് പറയുന്നത് ഈ ഒരു ബിഗോണിയ പ്ലാന്റ് ആണ്. ഇത് എൻ്റെ മദർ പ്ലാന്റിൽ നിന്ന് ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഈ ബിഗോണിയ പ്ലാന്റിൻ്റെ കുറേ പ്ലാന്റ്സ് ഉണ്ട് എൻ്റെ കയ്യിൽ. അപ്പോൾ ആർക്കെങ്കിലും വേണമെങ്കിൽ പറഞ്ഞോളൂ കേട്ടോ. ഏത് പ്ലാന്റാണ് വേണമെന്നുള്ളത് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയക്കുകയാണെങ്കിൽ അതായിരിക്കും കുറച്ചുകൂടെ നല്ലത് കേട്ടോ. ഇതൊരു നോർമൽ ബിഗോണിയ പ്ലാന്റ് ആണ്, പക്ഷെ നല്ല ഭംഗിയുള്ള പ്ലാന്റ് ആണ്. തിക്കായിട്ട് ചട്ടിയിൽ നിൽക്കുമ്പോൾ കാണാൻ നല്ല ഭംഗിയാണ്. പിന്നെ അടുത്ത പ്ലാന്റ് എന്ന് പറയുന്നത് ഈ ഒരു അഗ്ലോണിമ പ്ലാന്റ് ആണ്. ഇതും നല്ലൊരു വെറൈറ്റി ആണ്. നമ്മൾ ചട്ടിയിൽ ഇങ്ങനെ തിങ്ങി നിൽക്കുമ്പോൾ കാണാനൊക്കെ നല്ല ഭംഗിയുള്ള ഒരു പ്ലാന്റ് ആണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെയും കുറച്ച് തൈകളുണ്ട് കേട്ടോ. മൂന്നാമത്തെ പ്ലാന്റ് ഈ ഒരു പെപ്രോമിയ പ്ലാന്റ് ആണ്. ഇത് നല്ലൊരു ഹാങ്ങിങ് പ്ലാന്റ് ആണ് കേട്ടോ. ഇതിൻ്റെ ഒത്തിരി തൈകൾ എൻ്റെ കയ്യിലുണ്ട്. ഇതൊക്കെ നമ്മൾ നേരത്തെ സെയിലും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരുപാട് ചെടികൾ ഉള്ളത് കൊണ്ടാണ് ഇതൊക്കെ നമുക്ക് ആർക്കെങ്കിലും വേണമെങ്കിൽ കൊടുക്കാമെന്നുള്ളൊരു തീരുമാനത്തിലേക്ക് ഞാൻ എത്തിയത്. അപ്പോൾ ഈ ഒരു പ്ലാന്റ് പോലും ഇല്ലാത്തവർക്ക് ഇങ്ങനത്തെ പ്ലാന്റ്സ് ഒക്കെ വെച്ചിട്ട് ഗാർഡനിങ് ഒക്കെ തുടങ്ങാൻ പറ്റുന്നതാണ്. പിന്നെ ഉള്ളത് ഈ ഒരു പ്ലാന്റ് ആണ്, സിങ്കോണിയത്തിൻ്റെ ഒരു നോർമൽ വെറൈറ്റി ആണിത്. പക്ഷെ നല്ല ഭംഗിയുള്ളൊരു വെറൈറ്റിയാണ്. ഇതിൻ്റെയും കുറച്ച് തൈകളുണ്ട്, ഒത്തിരി ഒന്നുമില്ല, കുറച്ച് തൈകളുണ്ട്. അപ്പോൾ ഇതും ആർക്കെങ്കിലും വേണമെങ്കിൽ തരാം. എല്ലാവരുടെയും കയ്യിലുള്ള പ്ലാന്റ്സ് ഒക്കെ ആയിരിക്കും ഇത്. അപ്പോൾ ഇല്ലാത്ത ആളുകൾക്ക് ഉപകാരമാവുമല്ലോ എന്ന് കരുതിയിട്ടാണ് കേട്ടോ. അപ്പോൾ അടുത്തത് ഈ ഒരു അഗ്ലോണിമ പ്ലാന്റ് ആണ്. ഏകദേശം ഈ ഒരു സൈസൊക്കെ ഉണ്ടായിരിക്കും എല്ലാ പ്ലാന്റും കേട്ടോ. അപ്പം ഇതൊക്കെ ഞാൻ എൻ്റെ പ്ലാന്റ്സിൽ നിന്നും പുതിയ പ്ലാന്റ് ഉണ്ടാക്കി എടുത്തിട്ടുള്ളതാണ് കേട്ടോ. നിങ്ങൾക്ക് തരാമെന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെ ഉണ്ടാക്കിയതാണ്. അടുത്തത് ഈ ഒരു വെറൈറ്റി, ഇതൊക്കെ നല്ലൊരു വെറൈറ്റി ആണ് കേട്ടോ. സ്നോ വൈറ്റ് ആണിത്. അപ്പോൾ ഇതിൻ്റെയും ഇങ്ങനെ 2-3 ഇലയൊക്കെ ഉള്ള ടൈപ്പ് പ്ലാന്റ് ആയിരിക്കും ഉണ്ടായിരിക്കും കേട്ടോ. പിന്നെ വരുന്നത് ഈ ഒരു വെറൈറ്റി ആണ്. ഞാൻ വീഡിയോ എടുക്കുന്ന സമയത്ത് വെളിച്ചം കുറവാണ് കേട്ടോ, അപ്പോൾ അതുകൊണ്ട് കുറച്ച് കളറൊക്കെ കുറവുണ്ടായിരിക്കും. ഈ ഒരു വെറൈറ്റി, ഇതും ഇങ്ങനെ ബുഷിയായിട്ട് ചട്ടിയിൽ നിൽക്കുമ്പോൾ നല്ല ഭംഗിയുള്ളതാണ്. ഇപ്പോൾ ഇതിൻ്റെ കുറച്ച് പ്ലാന്റ്സ് എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ ഇത്രയും പ്ലാന്റ്സ് ഒക്കെയാണ് നമ്മുടെ കയ്യിൽ ഉള്ളത്. അപ്പോൾ ഇതൊക്കെ കൊറിയർ ചാർജ് തന്നിട്ട് വാങ്ങിക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ നിങ്ങൾ മെസ്സേജ് അയക്കുക കേട്ടോ. നോർമൽ കൊറിയർ ചാർജ് കേരളത്തിനകത്ത് 80 രൂപയായിരിക്കും വരുന്നത് കേട്ടോ. അതായത് 1 കിലോ വരുന്ന ഒരു ബോക്സ് നമ്മൾ അയക്കുന്നതിന് 80 രൂപയായിരിക്കും കൊറിയർ ചാർജ് വരുന്നത്. അപ്പോൾ എന്താ പറയുക, ഒരു കൂടുതൽ 10-12 പ്ലാന്റ്സ് കൂടുതലൊക്കെ ആണെങ്കിലാണ് ഒരു 120 രൂപയൊക്കെ ആവാൻ ചാൻസ് ഉണ്ട് കേട്ടോ. 2 കിലോയ്ക്കൊക്കെ 1 കിലോയിലും മേലെ 120 രൂപയൊക്കെ ആയിരിക്കും. പിന്നെ കേരളത്തിന് പുറത്താണെങ്കിൽ 140 രൂപയായിരിക്കും കൊറിയർ ചാർജ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ കൊറിയർ ചാർജ് കൊടുത്ത് നിങ്ങൾക്ക് ഈ ഒരു പ്ലാന്റ്സ് ഒക്കെ വാങ്ങിക്കാമെന്നുണ്ടെങ്കിൽ മെസ്സേജ് അയക്കാം. ഒരാളെ മെസ്സേജ് അയച്ചുള്ളെങ്കിൽ ഞാൻ ഒരാൾക്ക് എല്ലാ പ്ലാന്റ്സും കൊടുക്കുന്നതായിരിക്കും, ആവശ്യമുള്ളതെല്ലാം. അല്ല കുറേ പേരുണ്ടെങ്കിൽ എല്ലാത്തിൻ്റെയും ഓരോ വെറൈറ്റി അയച്ചിട്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമുള്ളതായിരിക്കും അയച്ചു തരുന്നത് കേട്ടോ. അപ്പോൾ പറയാൻ മറന്നുപോയല്ലോ, നമ്മുടെ കഴിഞ്ഞ ദിവസം നമ്മൾ എല്ലാ സബ്സ്ക്രൈബേഴ്സിന് ഗിഫ്റ്റ് തരുന്നൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നമ്മൾ അടുത്ത ദിവസമായിരിക്കും അതിൻ്റെ ലോട്ട് എടുക്കുന്നത് കേട്ടോ. കുറച്ച് കമൻറ്റൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ വന്ന കമൻറ്റിൽ നിന്ന് എല്ലാവരുടെയും പേര് ലോട്ട് ഇട്ടിട്ട് നമ്മളത് അടുത്ത ദിവസം നറുക്കെടുക്കുന്നതായിരിക്കും. അതിൻ്റെ വീഡിയോ നമ്മൾ പോസ്റ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത് ആരെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ മെസ്സേജ് അയക്കാൻ, ഞാൻ തിങ്കളാഴ്ച തന്നെ പ്ലാന്റ് അയച്ചു തരുന്നതായിരിക്കും കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്കിനി അടുത്തൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു സോ മച്ച്. ടേക്ക് കെയർ. ബൈ.